നമസ്കാരം മാഷെ. നമസ്കാരം. മാഷെ, നമ്മുടെ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഒരു വലിയ പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ കാലിക പ്രസക്തിയുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പരക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട് അതിനെ. അതായത് ഈ ഷർട്ട് അഴിച്ച് അമ്പലത്തിൽ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുക, ആരാധന നടത്തുക, പ്രാർത്ഥിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു അന്ധമായ ആചാരമാണ്, അന്ധാചാരം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. ഷർട്ട് ഇട്ടുകൊണ്ട് കയറി എന്ത് സംഭവിക്കും എന്ന ആ ചോദ്യത്തിന് ഒരു വലിയ പ്രസക്തിയുണ്ട്. അങ്ങ് ഈ ഭൗതികവാദത്തെയും ആധ്യാത്മികവാദത്തെയും ഒക്കെ ഏതാണ്ട് സമാനമായി കണ്ട് പഠിച്ച ഒരാളാണ്, ഒരു നല്ല രാഷ്ട്രീയ നിരീക്ഷകനും കൂടിയാണ്. അങ്ങ് ഇതിനെ എങ്ങനെ കാണുന്നു? അതിനുള്ളിലൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? ചോദ്യം വളരെ പ്രസക്തവും അഗാധവുമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയത്തെ സമൂഹം എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ, അത് അവരുടെ വിശ്വാസവും അവരുടെ ആചാരവുമായി ബന്ധപ്പെടുത്തി അവർ കാണുമ്പോൾ സാധാരണക്കാരായ ഒരു മനുഷ്യന് ഇത് വളരെ ലളിതമായ ചോദ്യമാണ്. ഷർട്ടിടാതെയും അമ്പലത്തിൽ കയറി എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. എന്തിനാണ് ഷർട്ട് അഴിച്ചു കയറുന്നത് എന്നുള്ളതിൻ്റെ യുക്തി ആരെങ്കിലും ഇതുവരെയായിട്ടും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തിനങ്ങനെ ചെയ്യണം എന്നുള്ളത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇത്രയും ചർച്ചയായിട്ടില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തി തീരുമാനമെടുക്കുന്നത് അവരുടെ ഒരു വിശ്വാസ ആചാര രീതി തന്നെയാണ്. ആ രീതിയൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പുരോഹിതന്മാരും മറ്റുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പുരോഹിതന്മാർ പറയുന്നതനുസരിച്ചിട്ട് ആളുകൾ ഷർട്ട് അഴിച്ച് അമ്പലത്തിൽ കയറുന്നു. അമ്പലത്തിൻ്റെ ഈ ആചാരാനുഷ്ഠാന ക്രമാനം അതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും ഒരു സമിതിയൊക്കെ ഉണ്ടാകും. ആ സമിതിയൊക്കെ കൂടി തീരുമാനിക്കുകയാണ്, ഇവിടെ ഇന്ന അമ്പലത്തിൽ ഇന്ന ജാതിക്കാർ മാത്രം കയറിയാൽ മതി, ഇന്ന ജാതിക്കാർ കയറരുത് എന്നൊക്കെ അവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അത് വിശ്വാസികൾ അംഗീകരിക്കുകയും ആ അംഗീകാരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വലിയ സ്വാമിമാർ പറയുമ്പോൾ അത് അന്താചാരമാണ് എന്ന് തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട് അതിനകത്ത്. തീർച്ചയായും ആര് പറയുന്നു? അവരാണ് നമ്മളിപ്പോൾ ഈ ലീഡേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ വിഭാഗത്തിലും, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, മതകാര്യങ്ങളിലും അതുപോലെ പൗരോഹിത്യ കാര്യങ്ങളിലൊക്കെ ലീഡർഷിപ്പ് പൊസിഷൻ ഉണ്ട് ശരിക്കും. അപ്പോൾ ഇവിടെ സച്ചിദാനന്ദ സ്വാമി ആ ലീഡർഷിപ്പ് പൊസിഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ പറയണേ, ഇന്നത്തെ ജീവിത രീതി അനുസരിച്ച് നമ്മളുടെ കാലം വളരെയധികം മാറിയ ഒരു കാലമാണ്. ഈ കാലത്ത് വിശ്വാസം നമ്മൾ കൊണ്ടു നടക്കുന്നു. ആ വിശ്വാസം കൊണ്ടു നടക്കുന്ന സമയത്ത് അത് ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ, കൺവീനിയൻസ് എന്ന് പറയുന്നത് അതാണ്, ഏറ്റവും ലളിതമായും ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ എങ്ങനെ കൊണ്ടുനടക്കാം എന്ന് ചോദിക്കുന്ന സമയത്ത് വിശ്വാസികൾ ദേവാലയങ്ങളിൽ പോകട്ടെ. അങ്ങനെ പോകുന്ന സമയത്ത് അവർ ഷർട്ട് ഊരേണ്ടതില്ല. ഷർട്ടിട്ടാണ് അവർ അമ്പലത്തിലേക്ക് വരുന്നത്. ഷർട്ടിട്ട് അമ്പലത്തിൽ ശ്രീകോവിലൊക്കെ കയറി അവർ പോകട്ടെ എന്ന് അദ്ദേഹം പറയുന്നത് ആ കൺവീനിയൻസിൻ്റെ അടിസ്ഥാനം, സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തീർച്ചയായും ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകളും ഒക്കെ ഉണ്ടാകാം. ഉള്ള ആളുകളാണ് ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമുള്ളൂ. ഉള്ള ആളുകൾ തന്നെ ചിലർ ക്ഷേത്രത്തിൽ പോകണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ദൈവം എന്ന് പറയുന്നതിൽ ഈ ദൈവ ചൈതന്യം എന്ന് പറയുന്നത് അവരെ ആത്മാവിൽ തന്നെ കൂടിയിരിക്കുന്നതാണ്, അവരിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അവിടെ ദൈവം പ്രതിഷ്ഠിച്ചു, അതെ, പ്രതിഷ്ഠിച്ചു. ഇവിടെയൊക്കെ ദൈവ ചൈതന്യമാണ്. കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെയാണ് കാണുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അത് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഒരു വ്യാഖ്യാനം കൂടിയാണ്, ഒരു പ്രയോഗം കൂടിയാണ്. അതെ, ഒരു പ്രയോഗം കൂടിയാണ് ശരിക്കും പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അത് നീ തന്നെയാണ്, ആ സത്യം നീ തന്നെയാണ്, ദൈവം നീ തന്നെയാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രയോഗമായിരുന്നു അത്. അല്ലെങ്കിൽ ആ ദൈവം നിന്നിലും നിറഞ്ഞിരിക്കുന്നു, നിന്നിലുമുണ്ട്. അതെ, ഇങ്ങനെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്ന് തന്നെയാണ്, ആത്യന്തികമായിട്ടുള്ള സത്യം ഒന്നേ ഉള്ളൂ, അത് ദൈവ ചൈതന്യമാണെന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർക്കുള്ളത്. ആ കൺസെപ്റ്റ് അനുസരിച്ച് ആ കാര്യങ്ങൾ നടക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ശിവഗിരിയിൽ ഒരു പുരോഹിതന് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്ന ഏറ്റവും വിപ്ലവകരം എന്ന് ഈ കാലത്ത് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം വിപ്ലവകരം എന്ന് പറയുന്ന വാക്കിന് പല അർത്ഥമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും നവീനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാൽവെപ്പാണത്. ഒരു ആചാര വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഒരു നിലവിലുള്ളൊരു ആചാരത്തെ മാറ്റി വേറെ ആചാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ സച്ചിദാനന്ദ സ്വാമി ഈ കാര്യം ആവശ്യപ്പെട്ടു. ശിവഗിരി മഠാധിപതിയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്.
അതിനു മുമ്പ് മറ്റു ചില സന്യാസിമാരും ഇത് ആവശ്യപ്പെട്ടു. കോഴിക്കോട് ചിദാനന്ദപുരി സ്വാമി ഇത് ആവശ്യപ്പെട്ടു. വളരെ നേരത്തെ തന്നെ പല സന്യാസിമാരും, ഈ നമ്മുടെ കേരളത്തിൽ നിലവിലിരിക്കുന്ന പല മഠങ്ങളിലെ പല സന്യാസിമാരും ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ശബരിമലയിൽ ഷർട്ടിട്ടുകൊണ്ട് കയറാം പുരുഷന്മാർക്ക്, ഒരു പ്രശ്നവുമില്ല. അല്ല, അത് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരങ്ങളാണ്. അതൊരു പ്രശ്നമാണല്ലോ ശരിക്കും. ചില ഇപ്പോൾ ഗുരുവായൂർ യേശുദാസനെ കയറ്റാതിരിക്കുന്നു, പക്ഷേ പല ക്ഷേത്രങ്ങളിലും വേണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് കയറാം. അപ്പോൾ അതൊക്കെ അതിനൊന്നും ഒരു സനാതന മൂല്യത്തിൻ്റെ പ്രശ്നം ബാധിക്കുന്നില്ല. അതൊരു ഒരു വളരെ സെപ്പറേറ്റ് വാല്യൂ സിസ്റ്റമാണ്. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാര രീതിയിലാണ്. അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണെന്ന് വെച്ചാൽ അവിടെ ഈ തെറിപ്പാട്ടും മറ്റുമൊക്കെ പാടി ആളുകൾ വരുന്നതാണ് കാവ് നീണ്ടലിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ഓരോന്നിനും ഓരോ വ്യത്യസ്തമായിട്ട് അതൊക്കെ അവർ തന്നെ, ഈ വിശ്വാസികൾ തന്നെ തീരുമാനിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അത് വിശ്വാസികൾ തീരുമാനിക്കുന്നതാണ് അതിൻ്റെ ശരിയും. അങ്ങനെയാണ് നമ്മളിപ്പോൾ അത് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് പുതിയ ഒരു കാൽവെപ്പിനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു പ്രതിഷേധത്തിൽ പ്രസംഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഇടയിൽ ഈ പറവൂർ ഞങ്ങളുടെ പ്രദേശത്ത് തത്തപ്പള്ളിയിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു പൂജാരി, അദ്ദേഹം പുലയ സമുദായത്തിൽപ്പെട്ടാണ്. അപ്പം അദ്ദേഹം പൂജ നടത്തിയെന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ വന്ന ഒരു ഭക്തൻ ചീത്ത വിളിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാതി പറഞ്ഞ് ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭവും ബഹളമൊക്കെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒക്കെ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് വന്നു. ഇന്നും നടക്കുന്നൊരു കാര്യം അതാണ്. ഇപ്പോൾ ഞാൻ വളരെ അത്ഭുതത്തോടെ കാണാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഈഴവരുടെ ക്ഷേത്രങ്ങൾ. ഇപ്പോൾ ശിവഗിരി എന്നുള്ളത് ബന്ധപ്പെട്ട് ഈഴവരുടെ കാര്യം പറയാം. ഈഴവ ക്ഷേത്രങ്ങളിൽ ആരായിരിക്കണം പൂജാരി എന്ന് പറയുന്ന ഒരു വിഭാഗം പറയുന്നത് ഈഴവർ വേണം, അല്ലെങ്കിൽ അധസ്ഥിതരായിട്ടുള്ള ആളുകൾ പൂജാരികളായ കുഴപ്പമില്ല. പക്ഷേ മറ്റ് പലരും പറയുന്നത് അവിടെ ബ്രാഹ്മണരേണി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വം എന്ന നിലക്ക് അത് ഇനി സ്വാംശീകരിച്ചവരാണോ ഇവരെല്ലാം എന്ന് ചോദിച്ചാൽ അല്ല. ആണെങ്കിൽ അവർക്ക് അങ്ങനത്തെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു സർക്കാർ ദേവസ്വത്തിൻ്റെ ഭാഗമായ ക്ഷേത്രമാണെന്നുള്ളതിൻ്റെ പേരിലാണ് അവിടെ ശാന്തി ഈ പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളായിട്ട് വരാൻ കാരണമായിത്തീരും. പക്ഷേ എല്ലാ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ തോന്നുകയാണ്. ഈ നമ്മുടെ മുഖ്യമന്ത്രി ശിവഗിരി പോയി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ വക്താവല്ല, പ്രയോക്താവല്ല എന്നൊക്കെ പറഞ്ഞു, ഇത് സനാതനധർമ്മത്തെ ഉടച്ചു വാർത്തു എന്നൊക്കെ പറഞ്ഞു. അതിനെതിരായ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വേറെ വന്നു ഒക്കെ ഇരിക്കുന്നു. പക്ഷേ എനിക്കൊരു ചോദ്യമുള്ളത്, അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമല നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ജാതി മത ഭേദങ്ങളൊന്നുമില്ല. ആകെയുള്ളത് ഈ ചെറുപ്പക്കാരികളായ യുവതീ പ്രവേശനത്തിനാണ് അവിടെ ഒരു വിലക്കുള്ളത്. അതിന് ചരിത്രപരമായ കാരണങ്ങൾ പലതുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നോട് സമൂഹത്തിൽ യോജിപ്പും വിയോജിപ്പും ഉണ്ടാവും. അതെപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു വിഷയത്തിൽ വിയോജിപ്പും ഉണ്ടാവും. പക്ഷേ നമ്മുടെ സർക്കാരിന് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. ശബരിമലയിൽ ഈ പറഞ്ഞതുപോലെ ജാതി നോക്കാതെ പൂജാരിമാരെ അവിടെ നിയോഗിക്കാൻ സാധിക്കണം. പണ്ട് ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു കേസ് വന്നു, അങ്ങേക്കറിയാം. പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ മകൻ രാകേഷ്, അദ്ദേഹം എൻ്റെയും സുഹൃത്താണ്. അദ്ദേഹം കൊടുത്തൊരു കേസിൽ കോടതി അനുകൂലമായിട്ടാണ് വിധിച്ചത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സർക്കാരും ദേവസ്വം ബോർഡും അതിന് തയ്യാറായിട്ടില്ല. അതൊരു വലിയ ചോദ്യമാണ്. അല്ല, ഈ സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡും അതുപോലെ ജാതി സംഘടനകൾ, മതസംഘടനകൾ, ഇവരൊക്കെ ഓരോ തരത്തിൽ ഓരോ സമയത്ത് എന്ത് ചെയ്യണം, നിലപാടെടുക്കുകയാണ്. ഇപ്പോൾ ശബരിമലയിൽ സുപ്രീം കോടതി സ്ത്രീകൾ പ്രവേശനം അനുവദിച്ചപ്പോൾ സ്ത്രീകളെ എങ്ങനെയും കയറ്റി അടങ്ങുമെന്ന് പറഞ്ഞിട്ട് സർക്കാർ എന്ത് ചെയ്തു, അവിടെ രണ്ടുപേരെ മുന്നോട്ട് പോയി. പക്ഷേ ശബരിമലയിൽ ഈ സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിൽ ഉണ്ടായ താല്പര്യം യഥാർത്ഥത്തിൽ ശാന്തിയുടെ കാര്യത്തിൽ എടുക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞില്ല, ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല. അതെ, എൻ്റെ കൂടി സുഹൃത്താണ് അദ്ദേഹം. ഞങ്ങൾ പറവൂർക്കാർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കേസ് ഫയൽ ചെയ്തു. അത് ശരിയാണെന്ന് കോടതിക്ക് തോന്നി, പക്ഷേ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥക്ക് അതൊന്നും തോന്നിയില്ല എന്നുള്ളതാണ്. നമ്മുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം വെച്ചാൽ സത്യസന്ധമായിട്ടൊരു കാര്യത്തിലും പ്രതികരിക്കാനായിട്ടുള്ള ശേഷിയില്ല എന്നുള്ളത്. ഇപ്പോൾ സനാതന ധർമ്മത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്താണ് സനാതനധർമ്മം എന്ന് വിശദീകരിച്ചാൽ ശ്രീനാരായണ ഗുരു അതായിരുന്നോ ഇല്ലയോ എന്ന് നാട്ടുകാർ തീരുമാനിച്ചോളൂ. അതെ. പക്ഷേ സനാതനധർമ്മം എന്താണെന്ന് ഇവരാരും പറയില്ല. സനാതനധർമ്മം ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലല്ലേ പറയാൻ. അതാണ് പ്രശ്നം. ഇവർ വിമർശിക്കുമ്പോൾ
അനുകൂലമായിട്ട് അനുകൂലിക്കുമ്പോഴും ഒക്കെ അവർ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പം മുരളീധരൻ എന്താണ്, അദ്ദേഹം സനാതനിയാണെന്ന് വാദിച്ചു. പിണറായി വിജയൻ അതല്ല എന്ന് വാദിച്ചു. ഈ വാദിക്കുമ്പോൾ രണ്ടുപേരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? എന്താണ് സനാതനധർമ്മം, ആരാണ് സനാതനി എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്ത തർക്കങ്ങൾ അവസാനിച്ച്. പക്ഷേ ഇവർക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. തർക്കങ്ങളാണ് ഇവരുടെ ഊർജം. തർക്കവും വിവാദവും ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ സനാതന ധർമ്മം എന്ന് ഡിഫൈൻ ചെയ്താൽ അതിന് രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ്. നമ്മളിപ്പോൾ എന്തായാലും ആ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. ആ രണ്ട് കാഴ്ചപ്പാടുകളെയും ഇവർ അവതരിപ്പിച്ചോട്ടെ, ജനങ്ങൾ തീരുമാനിച്ചോളും. അതെ, ശ്രീനാരായണ ഗുരു ആരായിരുന്നു എന്നുള്ളതായിരുന്നു. ശ്രീനാരായണ ഗുരു നമ്മളുടെ കാലഘട്ടത്തിനൊപ്പം ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരു ദൈവമാണെന്നും പറഞ്ഞ് നടക്കുകയാണ് മറ്റു ചിലർ. വെള്ളാപ്പള്ളി നടേശനൊക്കെ പറയുന്നത് ദൈവമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മളിപ്പോൾ കുറേ കാലം കഴിയും. ഇപ്പോൾ ഇത് 2025 നമ്മൾ കടന്നിട്ടുള്ളൂ. ഒരു 10-50 വർഷമൊക്കെ കഴിഞ്ഞാൽ വരുന്ന മനുഷ്യൻ വിചാരിക്കുന്നത് ഇത് ദൈവമായിരുന്നു എന്നാണ്. അങ്ങനെ വിശ്വസിക്കുള്ളൂ. കാരണം വെച്ചാൽ വെള്ളാപ്പള്ളി നടേശനെയും ദൈവമാക്കുമോ? ആ വെള്ളാപ്പള്ളി നടേശനും കയറി ദൈവമാകാം. കാരണം തമിഴ്നാട്ടിലൊക്കെ പല സ്ഥലത്തും കുശ്ബുവിനൊക്കെ ക്ഷേത്രമില്ലേ? കുറേ കാലം കഴിയുമ്പോൾ ഈ കുശ്ബു എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സിനിമാ നടിയാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഈ തമിഴ് തനിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ദൈവമായിട്ട് മാറും. എന്തായാലും നമുക്ക് ഷർട്ട് വിവാദത്തിലേക്ക് വരാം. അപ്പോൾ അങ്ങ് പറയുന്നത് ഇപ്പോൾ ഈ ശിവഗിരിയുടെ മഠാധിപതിയായ സ്വാമി സച്ചിദാനന്ദ അതുപോലെയുള്ള സന്യാസിമാർ ഒരു പുതിയ കാൽവയ്പ് നടത്തിയിരിക്കുകയാണ്. അതായത് സമൂഹത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി, കാലോചിതമായി ഇതിനെയൊക്കെ പരിഷ്കരിക്കാൻ വേണ്ടി അവർ പറയുന്നു ഈ ആചാരം നമുക്ക് മാറ്റാം, ഇതിനിന്ന് പ്രസക്തിയില്ല, ഷർട്ട് ഇട്ടുകൊണ്ടും അമ്പലത്തിൽ കയറാം, അതിലൊരു തെറ്റുമില്ല. അത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് അങ്ങ് ആ അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുന്നു? തീർച്ചയായിട്ടും ഞാനതിന് സ്വാഗതം ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യന് വിശ്വാസം ഉണ്ടാകും. അത് നമ്മുടെ സൈക്കിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ നമ്മുടെ കാലത്തിനനുസരിച്ച് എങ്ങനെ പാകപ്പെടുത്തി നമ്മോടൊപ്പം കൊണ്ടു നടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം പരമശിവൻ്റെ നെറുകയിലാണ് ചന്ദ്രൻ. പക്ഷെ ആ ചന്ദ്രനിൽ എന്ത് ചെയ്തു? മനുഷ്യൻ കാലുകുത്തി. എന്നുവെച്ചാൽ പരമശിവൻ്റെ നെറുകയിൽ കാലുകുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് യുക്തിപരമായ ഉത്തരമില്ല. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം. അപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. ടെക്നോളജി, സാങ്കേതികവിദ്യ അങ്ങനെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. പക്ഷേ അത് സാങ്കേതികവിദ്യ വർദ്ധിച്ചു എന്ന് പറഞ്ഞതിനിടയിൽ നമ്മുടെ ഒരു ഈ ആത്മാവിനെ എന്നല്ല ഈ മനസ്സിനെ നമുക്ക് സുഖം തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ യക്ഷിയില്ല, ഇല്ല. എനിക്ക് ചെറുപ്പമായ സമയത്ത് ഈ യക്ഷിയൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ഇന്നതില്ല. അപ്പോൾ സാങ്കേതികവിദ്യയുടെ മാറ്റത്തിൻ്റെ ഫലമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കും, പലതും നമ്മൾ നിലനിർത്തും. ചിലതിൽ മാറ്റം വരുന്നത് നിലനിർത്തട്ടെ, അതെ, ഇല്ലാത്ത മാറട്ടെ. അതായത് ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്തോട്ടെ. ഇനി ഒരു ഭക്തന് അല്ല എനിക്ക് ഷർട്ട് വേണ്ട, ഞാൻ ആ പാരമ്പര്യത്തിൻ്റെ രീതിയിൽ തന്നെ കയറും, ഷർട്ട് ഊരിയിട്ട് അമ്പലത്തിൽ കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഇഷ്ടപ്പെടുന്നുള്ളൂ, അയാൾ അങ്ങനെ ചെയ്തോട്ടെ. രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ സൗകര്യപ്രദമായ രീതിയിൽ മനുഷ്യനെ ജീവിക്കാൻ ചുറ്റുപാടുണ്ടാവും. അതെ, എന്നുള്ളതാണ്. അത് നമ്മുടെ സന്യാസിമാർ തിരിച്ചറിഞ്ഞു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അവർ അതിനുവേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു. ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. അത് നമ്മുടെ സമൂഹത്തിന് പുരോഗതിയിലേക്ക് നയിക്കുകയും ഇതര സമുദായങ്ങൾക്കും കൂടി അത് മാതൃകയാകുകയും ചെയ്യട്ടെ എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുക.